ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ചു പോകാനുള്ള സമയമായി. ഇനി കൊണ്ടുപോകാനുള്ള ഓരോരോ സാധനങ്ങളായിട്ട് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആദ്യപടിയായിട്ട് ഞങ്ങൾ കുറച്ച് ഉണക്കമീൻ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ നല്ല ഫ്രഷ് മുള്ളൻ ഇപ്പോൾ കുറേ അധികം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 1.5 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. മുള്ളൻ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഉണക്കമീൻ ഉണ്ടാക്കുന്നത്. സാധാരണ ഉണക്കമീനൊക്കെ തയ്യാറാക്കുമ്പോൾ നന്നായി കഴുകിയെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഇതിൻ്റെ തലയൊന്നും വെട്ടി ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഞാൻ തലയൊക്കെ വെട്ടി നല്ല കുട്ടപ്പനാക്കിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഉപ്പിട്ടെടുക്കാൻ പോകുന്നത്. അതിന് ചെറിയൊരു കാരണമുണ്ട് കേട്ടോ. ഇത് നല്ല കഴമ്പും പിന്നെ ഉള്ളിൽ വേസ്റ്റൊക്കെ അധികം ഉള്ള ഒരു മുള്ളനാണ് കേട്ടോ. അപ്പോൾ ഉപ്പിട്ടൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇനി അത് കുറച്ച് ടേസ്റ്റ് മാറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നന്നായി ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി എടുക്കാം കേട്ടോ. ഞാൻ കറിയൊക്കെ വെക്കുന്ന മൺചട്ടിയാണ് എടുക്കുന്നത്. ചട്ടി നന്നായി ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ. അതിലേക്ക് നല്ലോണം കല്ലുപ്പ് വിതറി കൊടുക്കുക. ഓരോരോ ലെയറായിട്ട് നമുക്ക് കല്ലുപ്പും മീനും ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഉപ്പ് എത്ര ഇട്ട് കൊടുക്കാൻ പറ്റണോ അത്രയും നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. കാരണം ഈ മീൻ ഒട്ടും കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ലെയർ മീൻ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടിയും നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എത്രയാണോ നമ്മുടെ മീനുള്ളത് അത്രയും ലെയറാക്കിയിട്ട് അവസാനം ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മൂടി കൊടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അടച്ചു വെക്കണം കേട്ടോ. ഇതിങ്ങനെ അടച്ചു വെക്കുമ്പോൾ ഇതിൽ നന്നായിട്ട് വെള്ളം വരും. അപ്പോൾ ഏകദേശം ഒരു 1-2 ദിവസം മാത്രം മതി, 2 ദിവസം മതി നന്നായിട്ട് ഉപ്പൊക്കെ ഇതിൽ പിടിച്ചിട്ട് നമ്മുടെ ഉണക്കമീൻ റെഡിയായി വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഉപ്പൊക്കെ സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഇത് അടച്ച് വെക്കാം. പൊതുവേ നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ ഈ ഒരു ഉണക്കമീനുള്ള മീൻ ഉപ്പിട്ട് വെക്കുന്നത്. സാധാരണ ഇത് പാത്രത്തിനേക്കാളും മൺചട്ടിയാണ് കേട്ടോ നല്ലത്. ആ വെള്ളമൊക്കെ കുറച്ച് വലിയാനും പിന്നെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കാനും മൺചട്ടിയിലിട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ തന്നെ ഇതൊരു 2 ദിവസം അടച്ചു വെച്ചിട്ട് ഇരിക്കട്ടെ കേട്ടോ. മുകളിൽ നമുക്കൊരു ഭാരമുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കാം. പിറ്റേ ദിവസം ഇതൊന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഉപ്പ് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട്. ഇത് 2ാമത്തെ ദിവസം നമ്മൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഉണക്കമീൻ. നന്നായി ഉപ്പൊക്കെ പിടിച്ചിട്ടുള്ള ഈ ഉണക്കമീൻ നമുക്ക് എടുത്തിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. അതിനുശേഷം ചെറുതായിട്ടൊന്ന് വെയിലിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. പൂച്ചയും കാക്കയും ഒന്നും വരാത്ത സ്ഥലത്ത് വേണം കേട്ടോ ഇത് വെക്കാൻ, അല്ലെങ്കിൽ ഒന്നും ബാക്കി കാണില്ല. സാധാരണ അടുപ്പിൻ്റെ അവിടെ വെച്ചിട്ട് ഒന്ന് വെള്ളം വലിച്ചെടുത്താലും മതി. അടുപ്പിൻ്റെ സൗകര്യം ഇല്ലാത്തവർ വെയിലത്ത് കൊണ്ടുവച്ചിട്ട് അവിടെ നോക്കിയിരുന്ന് സമയത്തിന് നമ്മൾ ഉണക്കിയെടുക്കാം കേട്ടോ. അധികം സമയമൊന്നും വേണ്ട കേട്ടോ വെള്ളം വലിഞ്ഞ് കിട്ടാൻ. ഞാനിത് ഡ്രൈ ആക്കി എടുത്തിട്ട് സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ പാക്ക് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഐഡിയ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഐഡിയ അറിയാത്ത ഉണക്കമീൻ കൊതിയന്മാരും കൊതിച്ചികളൊക്കെ ഉണ്ടെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.